ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം പറയുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒറ്റ മണിക്കൂർ എന്താണ് ഒറ്റ മണിക്കൂർ ദൈവം അർത്ഥമാക്കുന്ന അർത്ഥം അത് നമ്മൾ കണ്ടു. ആ ഒറ്റ മണിക്കൂർ എന്ന് പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ അതാണ് വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശ്യയെ അവിടുന്ന് വിധിച്ചു. ആ വിധിയാണ് ഒറ്റ മണിക്കൂർ കൊണ്ട് കർത്താവ് നടപ്പാക്കിയത്. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 20-ാം തിരുവചനം അവിടെ കർത്താവ് പറയണേ 19-ാം തിരുവചനം കർത്താവ് ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒറ്റ മണിക്കൂർ കൊണ്ട് നീ നശിപ്പിക്കപ്പെട്ടു, അല്ലയോ സ്വർഗമേ വിശുദ്ധരെ അപ്പസ്തോലന്മാരെ പ്രവാചകന്മാരെ അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കും. അത് കർത്താവ് നിൽക്കുകയാണ് 19-ാം അധ്യായത്തിൽ വരുമ്പോൾ വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശ്യയെ അവിടുന്ന് വിധിച്ചു. അവളുടെ കൈകൊണ്ട് ചിന്തിയ അവിടുത്തെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു. കർത്താവിൻ്റെ പ്രതികാരങ്ങൾ ഇനി ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ പ്രതികാരം ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ കാലഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പോൾ കർത്താവ് പ്രതികാരം ചെയ്യുന്നത് പൊതുവെ നമുക്കറിയാം. സോദോം ഗൊമോറയൊക്കെ കർത്താവ് നശിപ്പിച്ചത് സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധവും ഇറങ്ങിയിട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് തീയും ഗന്ധവും എന്ന് നമുക്ക് അന്ന് ജനത്തിന് ഉണ്ടാവില്ല. ഈ ആണവ ബോംബുകൾ കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് അണുബോംബ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. കാരണം ഇന്ന് നമുക്കറിയാം അഗ്നിയുടെ അതിൻ്റെ പൂർണ്ണാവസ്ഥ. ആ അഗ്നിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ അഗ്നി എവിടെ വീഴുന്നു അവിടെ ഉള്ള വസ്തുക്കൾ മുഴുവനും അഗ്നിയായിട്ട് മാറും, ഒരു തീക്കുണ്ടമായിട്ട് മാറും. അതിന് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ പാതാളം എന്ന് പറയും. പക്ഷേ പാതാളം എന്ന് പറയുന്നതിന് പരിമിതിയുണ്ട്. കാരണം പാതാളം പുനഃസ്ഥാപിക്കപ്പെടേണ്ടിയിരിക്കുന്നു, സൃഷ്ടിക്കപ്പെടേണ്ടുന്നൊരു വസ്തുതയാണ് പാതാളം. അപ്പോൾ പാതാളം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവ് മഹാവേശ്യയായ ഈ ബാബിലോൺ നഗരത്തെ നശിപ്പിക്കുന്നതിനെ പറ്റി കർത്താവ് പറയുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം അത് പറഞ്ഞിട്ട് പറയാണ്. രണ്ടാമത്തെ മകൻ പറഞ്ഞു, ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ അണുബോംബ് വീണു. അപ്പോൾ മഹാബാബിലോൺ സംസ്കാരമുള്ള വേശ്യാവൃത്തി എന്ന് പറയുമ്പോൾ നമുക്കിന്നറിയാം. ഇന്ന് പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഈ വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് ബാബിലോൺ സംസ്കാരമുള്ള സോദോം ഗോമോറകളൊക്കെ പോലെ ആയിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് 1-2 നഗരങ്ങളൊക്കെ ആയിരുന്നു ലോകത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ, ഇന്ന് നമുക്കറിയാവുന്ന സത്യം എന്താണ്? ഇന്ന് ഒരു നഗരമല്ല. നമ്മുടെ കൊച്ചി നഗരത്തിൽ നമുക്കറിയാം, വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്, 1000-ഓളം വേശ്യാലയങ്ങൾ പോലത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പത്ര റിപ്പോർട്ടുകളും വാർത്തകളും വരുന്നത്. നമ്മൾ ബോംബെയെക്കുറിച്ച് നമുക്ക് റെഡ് സ്ട്രീറ്റ്, കൽക്കത്ത, അവിടെയൊക്കെ ചുവന്ന തെരുവുകളുണ്ട് എന്ന് നമുക്കറിയാം. ലോകത്തിലെ എല്ലാ നഗരങ്ങളിലും ഈ പരസ്യമായിട്ടുള്ളത് മാത്രമല്ല രഹസ്യമായും അതിൻ്റെ തലങ്ങളിൽ നടക്കുന്നുണ്ട്. മറ്റേ ഈ വേശ്യ സ്വഭാവം വിവാഹിതരുടെ ഇടയിൽ വിവാഹം കഴിച്ച ഭാര്യ മറ്റൊരു സ്ത്രീയുമായിട്ട്, സ്വന്തം ഭാര്യ അറിയാതെ വിവാഹം കഴിച്ച ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട്, വിവാഹം കഴിച്ച ഭാര്യ മറ്റൊരു പുരുഷനുമായിട്ട്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. മറ്റൊന്ന് വിവാഹം കഴിക്കാതെ തന്നെയുള്ള ലിവിങ് ടുഗദർ പോലുള്ള സംഭവങ്ങൾ. മറ്റൊന്ന് വിവാഹം നടന്നിട്ടുണ്ട്, ഡൈവോഴ്സിന് അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല, പക്ഷേ അവരകന്ന് കഴിയുകയാണ്. പക്ഷേ അന്നിലും അവർ ഈ വേശ്യ സംബന്ധമായ കാര്യങ്ങൾ കേൾക്കുക പഠിക്കുകയൊക്കെയാണ്. കാരണം ഇപ്പോൾ അവർ പരസ്പരം അകന്ന് നിൽക്കുകയാണല്ലോ, അതങ്ങനെ. പിന്നെ മൃഗസംബന്ധമായ കാര്യങ്ങൾ അങ്ങനെ. പിന്നെ ഇതിൻ്റെ സംഭാഷണങ്ങൾ, ചിത്രങ്ങൾ, സിനിമകൾ, കാർട്ടൂണുകൾ, അതിൻ്റെ നിറങ്ങൾ, ചലനങ്ങൾ, ഡാൻസുകൾ, നഗ്നതാ പ്രശ്നങ്ങൾ, ഇങ്ങനെയെല്ലാം ഈ വേശ്യാത്വ മനോഭാവത്തെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ വ്യക്തികളിലും, സമൂഹത്തിലും എല്ലാം ഇന്ന് കാണാൻ കഴിയും. അതിൻ്റെ തന്നെ വിവിധ മുഖങ്ങളായ ഇനി വരാൻ പോകുന്നത് നമുക്കറിയാം. റോബോട്ടുകളുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് വിവാഹം അപ്രത്യക്ഷമാകുന്നു. 2027 കാലഘട്ടമൊക്കെ വരുമ്പോഴത്തേന് ലോകത്തുനിന്ന് വിവാഹം അപ്രത്യക്ഷമാകും. അപ്പോൾ വിവാഹം കഴിക്കാൻ പെൺകുട്ടികളില്ലാതെ വരുമ്പോൾ റോബോട്ട് സ്ത്രീകളെ വാങ്ങും. ആ സ്ത്രീകളെ കല്യാണം കഴിക്കുന്ന അവസ്ഥ വരും. ആ യന്ത്രരൂപമുള്ള സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധങ്ങളുണ്ടാകും. ഇപ്പോൾ തന്നെ ചുംബനങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ എല്ലാ വിധത്തിലും നോക്കുമ്പോൾ, ലോകത്തെ മൊത്തമായിട്ട് നോക്കുമ്പോൾ ഒരു മഹാനഗരമായിട്ട് വരും ലോകം.
പ്രപഞ്ചമല്ല, പ്രപഞ്ചത്തിലും ഇതിന് പങ്കാളിത്തമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ബഹിരാകാശത്ത് കിടക്കുന്ന ഇൻ്റർനെറ്റ് ഒത്തിരി ദൂരെയാണല്ലോ. അവിടുന്ന് ഭൂമിയിലേക്ക് ഇങ്ങനെ മഴ പോലെ വർഷിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ അതിൻ്റെ ഡൗൺലോഡ് സംവിധാനങ്ങൾ, അതായത് ഓരോ പ്രോഗ്രാമും അതിൻ്റെ അയൺ രൂപത്തിൽ, അതിൻ്റെ എന്താ പറയുക, ശബ്ദ തരംഗ രൂപത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് തരംഗ രൂപത്തിൽ ഭൂമിയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മൊബൈൽ ഫോണിലും ടെലിവിഷനും എല്ലാം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈ വേശ്യാത്വ മനോഭാവങ്ങൾ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ വ്യഭിചാരം കൊണ്ടും ലോകത്തെ മലിനമാക്കിയ മഹാവേശ്യയെ അവിടുന്ന് വിധിച്ചു. ലോകത്തെ മലിനമാക്കിയെന്നാണ്. ലോകം എന്ന് പറയുമ്പോൾ ഭൂമിയും പ്രപഞ്ചവും എല്ലാം വരും അതിനകത്ത്. മഹാവേശ്യയെ അവിടുന്ന് വിധിക്കുകയാണ്. അതിൻ്റെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുമെന്നാണ് കർത്താവ്. അപ്പോൾ അവിടെ അനുഭവം വിട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ 19 സ്വർഗത്തിൽ വിജയിക്കുക. അപ്പോൾ ഈ മഹാവേശ്യാത്വമുള്ള ഈ വേശ്യ, അതായത് വിശുദ്ധി, വിവാഹം എന്ന ആ പരമസത്ത യേശുക്രിസ്തുവുമായിട്ട്, ദൈവവുമായിട്ട്, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുമ്പം യേശുക്രിസ്തു, അതിനുശേഷം യേശുക്രിസ്തുവാണ് വിവാഹം നടത്തി കൊടുക്കുന്നത്. സ്ത്രീയുടെയും പുരുഷൻ്റെയും വിവാഹം നടത്തി കൊടുക്കുന്നത് യേശുവാണ്. യേശുവിൻ്റെ നാമത്തിലാണ് വിവാഹിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഇല്ലാതെയുള്ള, വിവാഹമല്ലാതെയുള്ള എല്ലാ കാഴ്ചപ്പാടുകളും, എല്ലാ ലൈംഗിക ശ്രവണങ്ങളും, എല്ലാ ലൈംഗിക കാഴ്ചപ്പാടുകളും എല്ലാം ബാബിലോൺ സംസ്കാരത്തിൻ്റെ അഥവാ വേശ്യത്വ മനോഭാവമാണെന്നാണ് വെളിപാട് എന്ന 19-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർത്താവ് അത് നശിപ്പിക്കുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നശിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്നതാണ് മഹാവിരുന്ന്, വിവാഹവിരുന്ന്. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ, സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു, ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുകയും, പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദമുള്ളൊരു സ്വരവും ഞാൻ കേട്ടു. ഹല്ലേലൂയ, സർവശക്തനും നമ്മുടെ ദൈവമായ കർത്താവ് വാഴുന്നു. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാനിങ്ങനെ കുറേ വായിച്ചു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വായിച്ചു വരുമ്പോൾ മനസ്സിലാകാതെ വരാൻ സാധ്യതയുള്ള ഒരു വ്യാഖ്യാനം വേണം, അല്ലെങ്കിൽ അർത്ഥം എന്താണെന്ന് ചിന്തിക്കുന്ന ചില പോയിന്റുകൾ എടുത്തു വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തത്. കാരണം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ഭാഗത്ത് പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിവാഹ വിരുന്ന് എന്ന് പറയുന്ന ഈ സ്ഥലത്ത്, അതായത് സ്വർഗത്തിലെ സംഭവമാണ് ഈ പറയുന്നത്. സ്വർഗത്തിൽ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തപ്പെട്ടു, അവിടെ വിവാഹത്തിൻ്റെ വിരുന്ന് എന്ന് പറഞ്ഞാൽ, വിവാഹ വിരുന്ന് എന്ന് പറയുന്ന ആ സന്തോഷത്തിൻ്റെ, യേശു ക്രിസ്തു എന്ന ആ ശരീരരൂപമുള്ള, ആത്മരൂപമുള്ള, ഭൂമിയിൽ ശരീരവും ഉയർത്തി കഴിഞ്ഞതിന് ശേഷം ആത്മരൂപമുള്ള, ആത്മാവും ശരീരം കൂടെ ഒറ്റ വ്യക്തിയിൽ ദൃശ്യരൂപമായി നമുക്ക് കാണാൻ കഴിയുന്ന ആ യേശു ക്രിസ്തു എന്ന പരമസത്തയുടെ, ആ വ്യക്തിയുടെ അടുത്ത് എത്തിച്ചേർന്ന് അവിടെ നമ്മൾ ആയിരിക്കുന്ന ആ അവസ്ഥയിലെ സന്തോഷത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത്, അവിടെ വലിയ പെരുവെള്ളത്തിൻ്റെ പോലെ, ഇടിമുഴക്കത്തിൻ്റെ പോലെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ കർത്താവ് പറയുന്നത്, ദൈവമായ കർത്താവ് നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പുവിളിക്കാം, അവിടുത്തേക്ക് മഹത്വം. എന്തെന്നാൽ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു, അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഒരു സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ, സർവശക്തനും നമ്മുടെ ദൈവമായ കർത്താവ് വാഴുന്നു, നമുക്ക് ആനന്ദിക്കാം. അപ്പം നമുക്ക് എന്ന് പറയുന്നത് ഞാൻ ആനന്ദിക്കാം എന്നല്ല പറയുന്നത്, അവിടെ ബഹുവചനമാണ്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ അത്രയും ആളുകൾ സ്വർഗത്തിലെത്തി. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടെ എത്തപ്പെട്ട 10,000 വരുന്ന മനുഷ്യർ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു സ്വരമേ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ സ്വരമേ പുറത്തു വന്നിട്ടുള്ളൂ. പക്ഷെ അവിടെ ഞാൻ ഇതിൻ്റെ മുൻ ക്ലാസ്സിൽ അതിൻ്റെ വിവർത്തനം, വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഓരോ വചനത്തിൻ്റെയും വിവർത്തനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടറിയാം. അപ്പോൾ ഞാനെടുത്ത് പറഞ്ഞു, പ്രധാനപ്പെട്ട പോയിന്റുകൾ കർത്താവ് വെളിപ്പെടുത്തി തന്ന സമയത്ത് ഞാൻ എഴുതി വെച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വായിച്ചു വെച്ചു. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 10,000 വായിൽ നിന്ന് അധരത്തിൽ നിന്ന് ഒരു സ്വരമാണ് പുറത്തപ്പെട്ടത്. ജനങ്ങൾ 10,000 പക്ഷേ സ്വരം ഒന്നാണ്, അതാണ് ഹല്ലേലൂയ എന്ന ഒരു സ്വരം. അതായത് അതിനർത്ഥം സ്വർഗത്തിൽ എത്തപ്പെട്ട എല്ലാ വ്യക്തികളുടെയും ഹൃദയം, മനസ്സ്, ശരീരം, ആത്മാവ്, ചിന്തകൾ, കാഴ്ചപ്പാടുകൾ, ആരാധന, ബഹുമാനം എല്ലാം യേശു ക്രിസ്തുവിൻ്റെ അടുത്തെത്തി കഴിയുമ്പം യേശു എന്ന ഏക സത്യദൈവത്തിന് മാത്രം കൊടുക്കുന്ന ഒരേ ഒരു ആരാധന, ഒരേ ഒരു സ്നേഹം, ഒരേ ഒരു ബഹുമാനം, അതാണ് ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എന്ന് പറയുന്നത്, അവിടെ ലക്ഷങ്ങളുണ്ടാവാം, കോടിക്കണക്കിന് മനുഷ്യരുണ്ടാവാം. കർത്താവായ യേശു ക്രിസ്തുവിന്, പിതാവായ ദൈവം മുതൽ, യേശു ക്രിസ്തു മുതൽ, പരിശുദ്ധാത്മാവ് മുതൽ ഉയർപ്പിക്കപ്പെട്ട് കർത്താവ് നിത്യവിധിയിലേക്ക് ചേർത്ത് സ്വർഗത്തിൽ എത്തപ്പെട്ട എല്ലാ മനുഷ്യരും, അത് എത്ര കോടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല,
കോടാനുകോടി ഉണ്ടാവാം. അവരെല്ലാവരും കൂടെ എത്ര കോടി ജനമുണ്ടെങ്കിലും അവരുടെ അധരത്തിൽ ആകപ്പാടെ വരുന്ന ഒരേ ഒരു സ്വരമാണ് ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ജനക്കൂട്ടത്തിൻ്റെയും പിന്നെ വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ഗംഭീരമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദമുള്ള ഒരു സ്വരം. അവിടെ ഒരു സ്വരമേ കേട്ടുള്ളൂ. ഇത്ര ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ഒറ്റ സ്വരം കിട്ടും, ഒരേ ഒരു സ്വരം. അതാണ് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ. എന്താണ് ഹല്ലേലൂയ? കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് ആരാധന, നിനക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. നിനക്കെന്നുള്ള വാക്ക് ഭൂമിയിലാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ നിനക്കെന്ന് പറയുന്നില്ല, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന, ഹല്ലേലൂയ എന്ന് അവർ പറയുന്ന അവസ്ഥ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും പ്രിയപ്പെട്ടവരെ. കാരണം എന്തുകൊണ്ടാണ് ഈ മഹാബാബിലോൺ ഭൂമിയിലെ ഇത്തരം അശുദ്ധിയുള്ള നഗരങ്ങളെ, അശുദ്ധിയുള്ള ലോകത്തെ ദൈവമായ കർത്താവ് ഇനിയുള്ള കാലം, പ്രത്യേകിച്ച് ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇപ്പോൾ ലോകം മുഴുവനും എങ്ങനെ നോക്കിയാലും ഒരു മഹാനഗരം പോലെയായി. സോതോമും ഗോമറ എന്ന് പറയുന്ന ആ വേശ്യത്വ മനോഭാവമുള്ള, അശ്ലീലമുള്ള, അശുദ്ധിയുള്ള, മ്ലേച്ഛമായ ഒരേ ഒരു നഗരം, 2 നഗരമായിരുന്നു അന്നുണ്ടായിരുന്നെങ്കിൽ, ആ 2 നഗരം പോലെ ഇന്ന് ലോകത്തിലെ മുഴുവൻ നഗരങ്ങളും, മുഴുവൻ രാജ്യങ്ങളും, മുഴുവൻ വ്യക്തികളും, ഇന്ന് വ്യക്തികൾ വരെ ഒരു നഗരം പോലെയാണ്. സോദോം ഗൊമോറ നഗരം പോലെയാണ്. കാരണം എന്തെല്ലാം മ്ലേച്ഛമായത് കാണാൻ പറ്റുമോ, കേൾക്കാൻ പറ്റുമോ, അതൊക്കെ കേട്ട് ആസ്വദിച്ച് രാത്രി 12 മണി, 1 മണി, 2 മണി സമയത്തൊക്കെ കിടന്നുറങ്ങുകയാണ് മനുഷ്യൻ. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഒരു മനുഷ്യനും, ഞാൻ എന്ന വ്യക്തി ഇത്തരം സാഹിത്യത്തിൽ കൂടെ കടന്നുപോയി ഞാൻ സോദോം പോലെയാണ്. ഞാൻ വ്യക്തിയാണെങ്കിലും ഞാൻ സോദോം പോലെയാണ്. ഒരു കുടുംബമാണെങ്കിലും സോദോം പോലെയാണ്. ഒരു ഇടവകയാണെങ്കിലും അത് സോദോം ഗൊമോറ പോലെയാണ്. ഒരു രൂപതയാണെങ്കിലും സോദോം ഗൊമോറ പോലെയാണ്. ഒരു രാജ്യമാണെങ്കിലും അത് സോദോം ഗൊമോറ പോലെയാണ്. ഈ പ്രപഞ്ചം മുഴുവനും അങ്ങനെ ആകുമ്പം ഈ പ്രപഞ്ചം മുഴുവനും ഒരു സോദോം ഗൊമോറ പോലെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. അതിനുശേഷം കർത്താവ് പറയുന്നൊരു വചനമുണ്ട്. അത് വെളിപാടിൻ്റെ പുസ്തകം 19 തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവവചനം എന്നാണ് പറയുന്നത്. ദൈവവചനം, സ്വർഗ്ഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു, ഇതാ ഒരു വെള്ളക്കുതിര, അതിനെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്ന് വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ്റെ മിഴികൾ തീനാളം പോലെ, അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. അപ്പോൾ രക്തത്തിൽ മുക്കിയ മേലങ്കി എന്ന് പറയുന്നത് അവൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ്. മനുഷ്യന് വേണ്ടി ലോകത്തിൽ ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന ആ മേലങ്കിയാണ് മനുഷ്യൻ്റെ ശരീരം. ഇത് യേശു ക്രിസ്തുവിൻ്റെ ശരീരം, യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ടായപ്പോൾ അത് ലോകത്തിന് സാക്ഷ്യമായി. ലോകം മുഴുവൻ കണ്ടതാണ്, പ്രപഞ്ചം മുഴുവൻ കണ്ടതാണ് യേശുവിനെ ക്രൂശിക്കുന്നതും രക്തം ചെയ്യുന്നതും. അതുകൊണ്ടാണ് അവൻ്റെ ശിരസിൽ കിരീടങ്ങൾ, അവൻ ആലേഖനം ചെയ്യപ്പെട്ടൊരു നാമുണ്ട്, അത് അവനല്ല മറ്റാർക്കും പറഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരം രക്തത്താൽ മുക്കപ്പെട്ടതും, രക്തത്താൽ നനഞ്ഞതും, രക്തം കൊണ്ട് കുളിച്ചതും, രക്തം കൊണ്ട് നിറഞ്ഞതും യേശു ക്രിസ്തുവിൻ്റെ ആ സംഭവത്തെ പ്രപഞ്ചം മുഴുവൻ കണ്ട സാക്ഷ്യം കർത്താവ് വീണ്ടും ആവർത്തിച്ച് പറയാണ്. അവൻ്റെ ശരീരം അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ഇവിടെ രക്തത്തിൽ മുക്കിയ മേലങ്കി എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടെ, അതിന് യേശുവിനെ മാത്രം അർത്ഥമാക്കുന്ന അർത്ഥമല്ല, അടുത്ത വരുമ്പോൾ തിരുസഭ എന്നൊരർത്ഥം കൂടിയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തിരുസഭയിൽ ആ രക്തത്തിൽ മുക്കിയ ആ യേശുവിൻ്റെ മഹത്വം സഭയിലില്ല എന്നുള്ളത് വേറൊരു കാര്യം. കുറച്ച് ആളുകളൊക്കെ, കുറച്ച് വൈദികരൊക്കെ, കുറച്ച് ജനങ്ങളൊക്കെ, കുറച്ച് യേശുവിനെ കാത്തിരിക്കുന്നവരുണ്ട്, തീർത്തുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു പറ്റം ആളുകളേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ഭൂമിയിൽ ദൈവവചനമാണ്. എന്നാൽ ഭൂമിയിൽ യേശു ഉണ്ടായിരുന്ന സമയത്ത് വ്യക്തിരൂപമാണ്. പിന്നീട് യേശു പറഞ്ഞിട്ട് പോയപ്പോൾ ദൈവവചനമാണ്. സ്വർഗത്തിലത് ദൈവമാണ്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏകദൈവം, ഏകസത്യദൈവമായ യേശു ക്രിസ്തു എന്ന ആ ദൈവം. അതിൻ്റെ എല്ലാ തെളിവുകളും എല്ലാ സാക്ഷ്യവും സ്വർഗത്തിലും ഭൂമിയിലും പ്രപഞ്ചത്തിലും പാതാളത്തിൽ പോലും അറിയാം. ഇത് യേശു ക്രിസ്തുവാണ് ഏകസത്യദൈവമെന്നും ആ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് രക്തത്തിൽ മുക്കിയ മേലങ്കി പോലെ, മേലങ്കി രക്തത്തിൽ മുക്കിയ ഒരു മേലങ്കി, ഒരു ഉടുപ്പെടുത്ത് ശരീരത്തിൽ പുതച്ചാൽ ആ ശരീരത്ത് എത്രമാത്രം രക്തം പറ്റി പിടിക്കുമോ അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആ മേലങ്കി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കുളിക്കപ്പെട്ടത് കണ്ടതിൻ്റെ സാക്ഷ്യം ലോകം മുഴുവനുമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും വെളിപാട് ഗ്രന്ഥത്തിൽ സ്വർഗത്തിലേക്ക് കാണുകയാണ്. അതുകൊണ്ട് കർത്താവാണ് അതിന് ഭൂമിയിൽ ദൈവവചനം എന്നാണ് പേര്. ആ വചനത്തിൻ്റെ മനുഷ്യരൂപമാണ് യേശു ക്രിസ്തു. രക്തത്താൽ ചൊരിയപ്പെട്ടു.
സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളമായ മൃദുല വസ്ത്രങ്ങൾ അണിഞ്ഞു. വെള്ളക്കുതിരയുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാൾ പുറപ്പെടുന്നു. സർവ്വജനത്തിൻ്റെയും മേൽ സർവ്വജനതകളുടെയും മേൽ അത് പതിക്കും. ഇവിടെ ഒരു കാര്യം കൊണ്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ തെളിവ് ലോകത്തിന് കൊടുത്ത് തൻ്റെ ശരീരം ലോകത്തിന് പീഡയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് അത് തൻ്റെ ശരീരത്തിൽ വഹിച്ച് മുറിയപ്പെട്ട് മാംസകഷ്ണങ്ങൾ ശരീരത്തിൽ തെറിച്ചുപോയി ഈ തെളിവോടുകൂടി മരിച്ച കർത്താവ് ഇനി കർത്താവിൻ്റെ ഒരു സംഭവം കൂടെ നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത്രമാത്രം നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച യേശു ക്രിസ്തു അതിൻ്റെ അവസാനം ഇനിയും ജനങ്ങൾ ലോകം വിശുദ്ധി പ്രാപിച്ച് പാപത്തെയും തിന്മയും വെറുത്ത് യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വരാനുള്ള ഒരവസരം കൂടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ കർത്താവാണ് അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാൾ പുറപ്പെടുന്നു. നമുക്ക് അരിവാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം എന്താണ് പ്രിയപ്പെട്ടവരെ? അരിവാൾ എന്ന് കൊയ്യുക, അത് മുറിക്കുക എന്നാണ്. അപ്പോൾ ഒരു മുറിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുവടുമായുള്ള ബന്ധം മേലെയുള്ള ഇപ്പോൾ നെൽക്കതിര് നടുവേ ഇങ്ങനെ മുറിച്ചാൽ അതിൻ്റെ ചുവട് അവിടെ നിൽക്കും, കതിരിങ്ങ് മാറിപ്പോവും. അതുപോലെ കർത്താവ് ഈ ലോകത്തെ മുറിക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായിട്ട് കർത്താവ് വിച്ഛേദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയെ വിധിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ മഹാബാബിലോണിനെ ഒറ്റ മണിക്കൂറിന് കത്തിച്ച് നശിപ്പിച്ച് സോദോം ഗൊമോറ പോലെ അഗ്നിയും ഗന്ധവും വർഷിച്ച് നിത്യപാതാളമാക്കി പ്രപഞ്ചത്തെ ഭൂമിയെ രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളത് സ്വർഗവും സ്വർഗീയ ജീവിതമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ വിവാഹം സ്വർഗത്തിൽ വിജയഗീതം വെളിപാട് ദിവസം 19 പ്രിയപ്പെട്ടവരെ. കർത്താവ് അരിവാള് ഇറക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ അരിവാളെന്ന് പറഞ്ഞാൽ ഒരു അരിവാളുമായിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന അരിവാളുമായിട്ട് ഒന്ന് കൊയ്യുമെന്നല്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് പറയാണ് അവിടുന്ന് അഗ്നി ഭൂമിയിലേക്ക് വർഷിക്കും, തീയും ഗന്ധവും വർഷിക്കും. കർത്താവ് വന്ന് തീയും ഗന്ധവുമാണ് വർഷിച്ചെങ്കിൽ നമുക്കറിയാം അഗ്നി തടാകം നമ്മളത് കണ്ടതാണ്. പാതാളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അഗ്നി തടാകം എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെയാണ് അഗ്നി തടാകത്തെ കരുതി വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടാണ്, ഞാൻ പറഞ്ഞതാണ്. അഗ്നിയുടെ തടാകം നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. അപ്പോൾ അഗ്നി തടാകത്തിൽ അഗ്നി ഇങ്ങനെ നിത്യമായി അതിൻ്റെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കും. കാരണം വെച്ചാൽ ഈ തീ ഒരിക്കലും അത് നമുക്കറിയാം, അണുബോംബിൻ്റെ തീ ഒരിക്കലും കത്തിയിരുന്നതല്ല, കത്തിത്തീരുന്ന ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ കഴിഞ്ഞു പോകുന്നതല്ല. ആണവ സ്ഫോടനത്തിൻ്റെ ഈ ലോകം മുഴുവൻ ആണവ സ്ഫോടനത്തെ ഭയപ്പെടുന്നതും ആണവ യുദ്ധത്തെ ഇത്രമാത്രം ശ്രദ്ധാപൂർവ്വം സൃഷ്ടിക്കുന്നതും സൂക്ഷിച്ച് വീക്ഷിക്കുന്നതും അതിൻ്റെ എല്ലാം കാരണം ഇത് ഒരു അണുബോംബ് പൊട്ടിയാൽ പിന്നെ അതങ്ങോട്ട് ഇല്ലാതെയാവുകയല്ല. അത് 2, 4, 8, 6, 14 പറഞ്ഞ് അതിൻ്റെ അണു സ്ഫോടനം കൂടിക്കൂടി വരികയും അതൊരു മഹാവിസ്ഫോടനമായി വലിയൊരു പാതാളമായി സൂര്യനെപ്പോലെ ജ്വലിക്കുന്ന ഒരു തീയുള്ള ഭൂമിഗോളം, ഭൂമി ഒരു സൂര്യനായി മാറുന്ന വലിയ അവസ്ഥ. അതിന് കർത്താവ് പറയാണ് അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള അരിവാൾ പുറപ്പെട്ടു, സർവ്വജനതകളുടെയും മേൽ അത് പതിക്കും. ഈ ആണവ സ്ഫോടനവും കർത്താവിൻ്റെ വിധിയും, കർത്താവ് മൂർച്ചയുള്ള അരിവാൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദൈവത്തിൻ്റെ വചനമാണ്. വചനത്തിന് ശേഷം ക്രോധത്തിൻ്റെ അഗ്നിയും ഇറങ്ങുമ്പോൾ എന്തു സംഭവിക്കും പ്രിയപ്പെട്ടവരെ? അത് സകല ജനങ്ങളുടെ മേൽ പതിക്കും. ഇത് അപ്പോൾ എൻ്റെ മേലും നിങ്ങളുടെ മേലും ഒക്കെ പതിക്കുമ്പോൾ നാം ഇതിൽ പെട്ടുപോയി, നശിച്ചുപോയി, കത്തിപ്പോയി, ചാമ്പലായിപ്പോയി, ആത്മാവും ശരീരവും മനസ്സും അഗ്നിയിൽ പെട്ടുപോയി. ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ, ക്രോധമാകുന്ന ആണവ സ്ഫോടനത്തിൽ എൻ്റെ മനസ്സും ശരീരവും നശിച്ചു പോകാനുള്ളതല്ല. അവിടുന്ന് ഒരു വീണ്ടെടുപ്പ്, അതിനാണ് രക്ഷകൻ എന്ന് പറയുന്നത്. യേശു ക്രിസ്തു രക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇതിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാകണം, ഈ 2025 കാലഘട്ടത്തിൽ ഇരുന്നാണ് ഈ വചനം നമ്മൾ പഠിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്. അത് നമ്മൾ മുന്നേ കണ്ടുകൊണ്ട് വേണം. ഇതൊരു 150-200 വർഷം മുമ്പാണെങ്കിൽ ഇത്രമാത്രം നമുക്ക് ഭയപ്പെടാനില്ല. കാരണം വീണ്ടും കർത്താവ് പറഞ്ഞ കാലഘട്ടം വീണ്ടും നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 2033 എന്ന യുഗാന്ത്യ വർഷത്തിലേക്ക് എത്താൻ 8 വർഷം മാത്രം അവശേഷിക്കുന്ന ഈ സമയത്ത് പേടിയോടും വിറയലോടും ഭയത്തോടും ബഹുമാനത്തോടും ദൈവമേ എന്നുള്ള ചിന്തയോടും യേശുവേ എന്നുള്ള വിളിയോടും ശരണം വിളിയോട് യേശുവേ എന്നുള്ള ചിന്തയോടുകൂടി എൻ്റെ കണ്ണിലും കാതിലും എപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ ചിന്ത മാത്രം. യേശു എന്നൊരു ചിന്ത, യേശു എന്നൊരു വചനം, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ പരസ്നേഹം, യേശുവിൻ്റെ നിസ്വാർത്ഥ സ്നേഹം, യേശുവിൻ്റെ നാമത്തിൽ നമ്മളെ പങ്കുവെക്കുന്ന സ്വഭാവം, യേശുവിൻ്റെ നാമത്തിൽ പണം കൊടുക്കുന്നതോ അല്ലെങ്കിൽ സമ്പത്ത് കൊടുക്കുന്നതോ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതോ മരുന്ന് മേടിച്ചു കൊടുക്കുന്നതോ ആഹാരം കൊണ്ട് കൊടുക്കുന്നതായ എല്ലാവിധ കാര്യങ്ങളും യേശു ക്രിസ്തു എന്ന നാമത്തെ പ്രതി കർത്താവിന് വേണ്ടി വളരെയേറെ തീഷ്ണതയോടെ ജ്വലനത്തോടെ
അഗ്നിഗോളമായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യേണ്ട കാലഘട്ടത്തിലേക്ക് എത്തിയെന്ന് കർത്താവ് പറയണം. കാരണം എന്തുകൊണ്ടാണ് ആ കർത്താവ് ഇത്രയും വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത്? വെളിപാട് ദിവസം 19 കർത്താവ് പറയാണ്, അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ളൊരു അരിവാൾ പുറപ്പെടുന്നു, സർവ്വ ജനതകളുടെയും മേൽ അത് നിബന്ധിക്കും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രമാത്രം തിരുഷണ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പം നമുക്കറിയാം, ഇനി ഇതൊരു ആത്മീയ തലം, ഒരു ദൈവവചനം നമ്മൾ വ്യാഖ്യാനിച്ചപ്പോൾ ഇതിനെപ്പറ്റി ചിത്രം പറഞ്ഞു. ഇനി നമുക്ക് ഇതിന് ഭൂമിയിലെ ഒരു പശ്ചാത്തലം എടുക്കാം. അത് 2025 കാലഘട്ടത്തെ നമ്മൾ എടുത്തു വെച്ച് ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. അതായത് ഈ വചനം മൂർച്ചയുള്ള അരിവാൾ എന്ന ആ വചനത്തെ 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ വചനത്തെ 2025 എന്ന വചനം ആ ഡേറ്റിനോട് ചേർത്ത് വയ്ക്കാം. ഇപ്പോൾ ചേർത്ത് വയ്ക്കുമ്പോൾ എന്താണ്? 1 2025 എന്ന ഡേറ്റ്, 2 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട വചനം, 1 ഡേറ്റ് 2 വചനം. അപ്പോൾ ഈ വചനത്തോട് ഇന്ന് ചേർത്ത് വെക്കുമ്പോൾ വചനത്തോട് ചേർത്ത് വെക്കുമ്പോൾ ഇന്ന് ഓൾറെഡി അണുബോംബ് ഉണ്ട്. നമുക്കറിയാം, ഇന്നൊരു അണുബോംബ് എന്ന് പറയുന്നത് യന്ത്രം, ഒരു വസ്തു നമുക്ക് കാണാനുണ്ട്, ഒരു വസ്തുവിനെ പോലെ. അന്ന് അണുബോംബില്ലായിരുന്നു. ഇന്ന് അണുബോംബ് എന്ന് പറയുന്നത് ഇതുപോലൊരു വസ്തുവിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനും കൈകൊണ്ട് തൊടാനും അത് അന്തരീക്ഷത്തിൽ പറന്നു വന്ന് പൊട്ടുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ്, നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ വചനത്തെ നമ്മൾ പഠിക്കുന്നു പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ വളരെയേറെ ഭയം, എനിക്കിത് പറയുമ്പോൾ പോലും വളരെയേറെ ഭയം തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം, ഇറാൻ്റെ നേരെ ഇസ്രായേലോ അമേരിക്കയോ ഒരു അണുബോംബ് വിട്ടാൽ എന്താണ് സംഭവിക്കുക? ഈ വചനം ഇവിടെ സംഭവിക്കുകയാണ്. അത് മറ്റ് പല അണുബോംബുകളുടെ സ്ഫോടനത്തിന് കാരണമാവും. അപ്പോൾ കർത്താവ് പറയാണ്, ഒറ്റ മണിക്കൂർ കൊണ്ട് ഈ നഗരത്തെ നശിപ്പിച്ചു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ, ഒറ്റ മണിക്കൂർ കൊണ്ട് നാളെ വേണമെങ്കിലും ഇപ്പോൾ വേണമെങ്കിലും ഈ ലോകത്തെ നശിപ്പിക്കാവുന്ന സംവിധാനം ലോകത്തിലുണ്ടായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇരുന്ന് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട, ഇതൊന്നും സാങ്കല്പികമായിട്ട് എഴുതിയുണ്ടാക്കിയതല്ല. ഇതൊരു പരമയാഥാർത്ഥ്യമാണ്, പച്ച സത്യമാണ്, പച്ച യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ കർത്താവിൻ്റെ വചനം പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള അരിവാൾ പുറപ്പെടുന്നു, സർവ്വജനങ്ങളുടെ മേൽ അധിപതിയും ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ ഭരിക്കും. അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറയാം. ഇരുമ്പ് ദണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പ്രിയപ്പെട്ടവരെ, പഴയ കാലഘട്ടങ്ങളിൽ ഈ ഇരുമ്പിൻ്റെ ദണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇരുമ്പിൻ്റെ ഒരു കുറുവടി ഉണ്ടാവും യുദ്ധത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇരുമ്പിൻ്റെ വാള്, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു വലിയൊരു കടാര പിച്ചാത്തി ഉണ്ടാവും, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു വടി ഉണ്ടാവും. കാരണം യുദ്ധത്തിൽ ഏത് ആയുധം നഷ്ടപ്പെട്ടാലും അടുത്ത ആയുധം എടുത്ത് ആളെ കൊന്നുകൊണ്ട് യുദ്ധം ചെയ്യണം. അങ്ങോട്ട് യുദ്ധം ചെയ്ത പരിപാടി അന്ന് ഇരുമ്പിൻ്റെ ദണ്ട് കൊണ്ട്. അപ്പോൾ ഇരുമ്പ് ദണ്ട് പിടിച്ച ഒരു രാജാവ് മുമ്പിൽ രാജാവിൻ്റെ പ്രതിനിധിയായിട്ട് ഒരാൾ നടക്കും. അവൻ്റെ കയ്യിൽ ഒരു ഇരുമ്പ് ദണ്ടുണ്ടാവും. ആ ദണ്ടിൻ്റെ പുറകിലാണ് ലക്ഷക്കണക്കിന് പടന്മാർ പുറകെ വരുന്നത്. അപ്പോൾ ആ നയിക്കുന്ന ഇരുമ്പ് ദണ്ട് കൊണ്ടാണ്. ആ ഇരുമ്പ് ദണ്ട് ഉള്ളവനെ മറ്റാരും ആക്രമിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇവൻ്റെ പിന്നിൽ 10,000 ലക്ഷങ്ങളുണ്ട്. അപ്പോൾ സന്ധികൾ അവിടെ നടക്കും, സംഭാഷണങ്ങൾ നടക്കും, യുദ്ധങ്ങൾ ഒഴിവായിപ്പോവും എന്ന് പറഞ്ഞതുപോലെ കർത്താവ് പറയാണ്, ഇനി ഇരുമ്പ് ദണ്ട് കൊണ്ട് അവരെ ഭരിക്കും എന്ന് പറഞ്ഞാൽ അന്നത്തെ അതിൻ്റെ അർത്ഥം ഇനി മുതൽ ലോകം യുദ്ധം എന്ന സത്യത്തിലേക്ക്. അന്നത്തെ ഇരുമ്പിൻ്റെ വടിയാണെങ്കിൽ ഇന്ന് ഇരുമ്പ് ദണ്ട് പറഞ്ഞ യുദ്ധ ടാങ്കുകൾ, മിസൈലുകൾ, റോക്കറ്റുകൾ, യുദ്ധവിമാനങ്ങൾ എല്ലാം അതിൻ്റെ പട്ടികയിൽ വരും. അതിൻ്റെ പട്ടിക ആണവ മിസൈലുകൾ, എല്ലാ സംവിധാനങ്ങളും യുദ്ധത്തിന് ഇന്ന് എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ ബോംബ് മുതൽ അതിൻ്റെ ഉപകരണം വരെ ഉള്ള എല്ലാ സംഭവങ്ങളും പ്രിയപ്പെട്ടവരെ ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കുമെന്ന് പറയുമ്പോൾ ഇനിയുള്ള കാലം ആ ഭരണം, ഇരുമ്പ് ദണ്ടിൻ്റെ ഭരണം, യുദ്ധത്തിൻ്റെ കാലമാണ്. അതുകൊണ്ട് പറയുക, സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രകോപത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. അവരോട് ചേർന്ന് വെളിപാട് ദിവസം 10-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എടുത്തു വെച്ച് വായിക്കണം. സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രകോപത്തിൻ്റെ അല്ല, ക്രോധത്തിൻ്റെയാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉഗ്രകോപമല്ല, ഉഗ്രക്രോധമാണ്. കോപവും ക്രോധവും തമ്മിൽ വ്യത്യാസമുണ്ട്. കോപം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഒരാൾ കോപിച്ചാൽ ഒരു കുറേ സമയം കഴിയുമ്പോൾ കോപം അടങ്ങും, ശാന്തമാകും. അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അവൻ എത്ര കോപിഷ്ഠനായാലും അതിൻ്റെ പേരിൽ അവൻ അടിക്കുകയോ തല്ലുകയോ കൊല്ലുകയോ എന്നാ ചെയ്താലും അവൻ്റെ കോപം കുറച്ച് കഴിയുമ്പോൾ അടങ്ങും. എന്നാൽ ക്രോധം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി രൂപമാണ്. ഞാൻ നിന്നെ അടിച്ചു കൊല്ലും എന്ന് ഒരാൾ കോപത്തോടെ പറഞ്ഞാൽ അവിടെ പ്രവൃത്തി രൂപം സംഭവിക്കുന്നില്ല. അത് കോപത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവനെ അടിച്ചു കൊല്ലുന്നത് പറഞ്ഞില്ല, മറിച്ച് അവൻ ഓടിച്ചെന്ന് അടിക്കുകയും കൊല്ലുകയാണ് ചെയ്തത്. പ്രവൃത്തി രൂപത്തെ ചെയ്തെങ്കിലോ അത് ക്രോധത്തിൻ്റെ പ്രവൃത്തിയാണ്. കോപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് ക്രോധം. അപ്പോൾ കർത്താവ് പറയുകയാണ്, സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, മുന്തിരിച്ചക്കിനകത്ത് മുന്തിരിപ്പഴങ്ങൾ വാരിയിട്ട് ചക്ക് ചവിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കൊപ്രയൊക്കെ മില്ലിലിട്ട് ആട്ടുമ്പോൾ ഇങ്ങനെ അരഞ്ഞ് അതിന് എണ്ണ പുറത്തു വരുന്ന പോലെ
ഈ കർത്താവ് ഏതെങ്കിലും നഗരത്തിൽ അണുബോംബോ യുദ്ധമോ ചെയ്താൽ അവിടുന്ന് രക്തം മുന്തിരിച്ചക്കയിൽ നിന്ന് മുന്തിരി ഒഴുകുന്നത് പോലെ രക്തം ഒഴുകുമെന്ന് കർത്താവിനാണ്. ചക്കിലിട്ട് ആട്ടുകയും ചെയ്യും. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. അതാണ് ലോകത്തിലെ മുഴുവൻ രാജാക്കന്മാരുടെയും രാജാവ് യേശുക്രിസ്തുവാണ്. സർവനാഥന്മാർ, എന്താണ് നാഥന്മാരെന്ന് പറഞ്ഞാൽ? ഭരണാധിപന്മാർ എന്ന് പറഞ്ഞാൽ സഭയിലെ ഭരണാധികാരായാലും കുടുംബത്തിലെ നാഥനായാലും കുടുംബത്തിൻ്റെ നാഥനായാലും സഭയുടെ നാഥനാണേലും രാജ്യങ്ങളുടെ നാഥനാണേലും ചില ആശയങ്ങളുടെ നാഥനാണേലും ചില കാഴ്ചപ്പാട് ചില ഇസങ്ങളുടെ കാഴ്ചപ്പാടുകളുടെ നാഥനായാലും അല്ലെങ്കിൽ ഏത് തത്വസംഹിതയുടെ നാഥനായാലും എല്ലാ നാഥനുള്ള ആധിപത്യമുള്ള എല്ലാ വ്യക്തികളുടെയും നാഥൻ്റെ നാഥൻ, ആധിപത്യമുള്ളവൻ്റെ ആധിപത്യം അത് യേശുക്രിസ്തുവാണ്. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? ലോകത്ത് തെളിവ് കൊടുത്തുകൊണ്ടാണ്. തൻ്റെ ശരീരം യേശുക്രിസ്തു പാപവിമോചനത്തിനു വേണ്ടി ലോകത്ത് തൻ്റെ ശരീരം മുഴുവൻ ക്രൂശിക്കപ്പെടുന്നതിനും തൻ്റെ ശരീരം മുഴുവൻ മുറിക്കപ്പെട്ട് അതിന് ചോര വാർന്നൊഴുകി എല്ലാ മനുഷ്യരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ പാപത്തെ എൻ്റെ കർത്താവെ ഞാൻ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, എന്നോട് കരുണയും കൃപയും ഭക്ഷിക്കണമെന്ന് പറഞ്ഞ് ഒരിക്കലും മാനസാന്തരപ്പെടാൻ പശ്ചാത്തപിച്ച് അനുദപിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവിനോട് ചേരാനുള്ള ഒരേ ഒരു അവസരം കൂടെ കർത്താവ് ഇപ്പോൾ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ മറ്റൊരു ഒരു കാര്യം കൂടെ പ്രിയപ്പെട്ടവരെ എനിക്കിത് ചേർത്ത് പറയാനുള്ളത്, കർത്താവ് പറയാണ്, ഇതൊക്കെ വചനം ഞാൻ നിങ്ങളോട് പറയുമ്പോഴും കർത്താവ് പറയാണ് ഒരു കാര്യം കൂടെ കർത്താവ് പറയാണ്. എന്താണ് പറയുന്നത്? കർത്താവ് പറയുന്ന ഒരു കാര്യം, നീ മുദ്രമായി സൂക്ഷിക്കേണ്ട, എന്തെന്നാൽ സമയമെടുത്തിരിക്കുന്നു. അനീതി ചെയ്തിരുന്നവൻ ഇനിയും, അത് വെളിപാടിൻ്റെ പുസ്തകം 22 അതിനെ കുറച്ച് കയറിയാൻ പറയുന്നത്, അത് ഇതിനോട് ചേർന്ന് വരുന്ന വചനമായി വേണ്ടി പറയുകയാണ്. എന്തെന്നാൽ വെളിപാടിൻ്റെ പുസ്തകം 22 11 തിരുവചനം അവിടുന്ന് ഇങ്ങനെ പറയാണ്, എന്തെന്നാൽ സമയമെടുത്തിരിക്കുന്നു, അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശദീകരിക്കട്ടെ. അപ്പോൾ ഇനിയും അനീതി ചെയ്തവൻ, അതായത് അനീതി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ദൈവത്തിൻ്റെ അനീതി മനുഷ്യൻ ചെയ്യുന്ന അനീതി എന്ന് പറയുന്നത് പ്രമാണ ലംഘനമാണ് നടക്കുന്നത്. പാപമല്ല ഇപ്പോൾ ചെയ്യുന്നത്, പാപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് തിന്മ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഞാനൊരാളെ തല്ലണം കൊല്ലണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നു, പക്ഷേ ആ മനസ്സിൽ വിചാരിക്കുന്നതാണ് പാപം. ഒരാളെ തല്ലുന്നോ കൊല്ലാനോ ആ പ്രവൃത്തി രൂപത്തിൽ ചെയ്യുമ്പോൾ അതെന്തായി? തിന്മയായി. പാപമല്ല, പാപത്തിൻ്റെ പ്രവൃത്തി രൂപമായി തിന്മയായി. അപ്പോൾ കർത്താവ് പറയാണ്, അനീതി ചെയ്തവൻ എന്ന് പറയുന്നത് ഇനിയും പ്രമാണ ലംഘനങ്ങൾ, ഇപ്പോൾ അബോർഷൻ നടത്തുന്നവൻ, ഇപ്പോൾ വ്യഭിചാരം ചെയ്യുന്നവൻ, ഇപ്പോൾ അശുദ്ധ മേച്ച സംഭാഷണങ്ങൾ കേൾക്കുന്നവൻ, ചീത്തപ്പടങ്ങൾ കാണുന്നവൻ, ഇപ്പോഴും ലിവിങ് ടുഗദർ നടത്തുന്നവർ, വിവാഹമോചനം നേടുന്നവർ, വിവാഹത്തിൽ കലഹിക്കുന്നവർ, സഭയിൽ കലഹിക്കുന്നവർ, എറണാകുളം ബംഗാളി യുവതയെ പോലുള്ള ആ പ്രശ്നങ്ങളെ, അതെല്ലാം അനീതിയുടെ പ്രവൃത്തി രൂപമാണ്, പാപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ്. സഭയിൽ നടക്കുന്ന ഇത്തരം അനീതികൾ നമുക്കറിയാം. സ്വർഗ്ഗഭോജന അനുവാദം കൊടുക്കുന്ന സംഭവങ്ങൾ, ഇതെല്ലാം നമ്മുടെ അനീതിയാണ്. ഇനിയും അനീതി ചെയ്തവൻ അങ്ങനെ തന്നെ ഇരുന്നു കൊള്ളട്ടെ, ഇനി അതിനെ മോചിപ്പിക്കാനോ അവനെ രക്ഷിക്കാനോ അവന് വിടുതൽ കൊടുക്കാനോ ഇനി അശുദ്ധി പ്രാപിച്ചവരെ വിടുതൽ പ്രാപിക്കാൻ നിങ്ങൾ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട, അതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. ഇപ്പോൾ നടക്കുന്ന ധ്യാനങ്ങളും ഇപ്പോൾ നടക്കുന്ന സുവിശേഷവും ഇനി ഒരാളെ വിശദീകരിക്കാൻ പ്രാപ്തമല്ല, വളരെ ചുരുക്കമാണ്. ഞാൻ ഉള്ള സത്യം തുറന്നു പറയാം. അതായത് കഴിഞ്ഞ കുറേ അനുഭവങ്ങൾ വെച്ച് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നടക്കുന്ന ധ്യാനങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സത്യമോടെ പറഞ്ഞാൽ ഇപ്പോഴെല്ലാം ഒരു സുവിശേഷത്തിൻ്റെ ധ്യാനങ്ങളാണ് ഇപ്പോഴും നടക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സുവിശേഷത്തിൻ്റെ കാലം ക്രിസ്ത്യാനികൾ കടന്നുപോയി. ലോകത്തിന് സുവിശേഷം ആവശ്യമാണ്. ലോകത്തിലെ അക്രൈസ്തവർക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നതിനും പഠിക്കുന്നതിനും, യേശുവിൽ ഇപ്പോൾ നമുക്കറിയാം ഇറാനിലൊക്കെ ധാരാളം ആൾ ക്രിസ്തുവിലേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ക്രിസ്തുവിനെ ലോകത്ത് അറിയപ്പെടുന്നതുകൊണ്ടാണ്. ക്രിസ്തുവാണ് ഏക സത്യദൈവം എന്ന് അവരുടെ ഹൃദയത്തിൽ അറിയാം. കാരണം ഒരുപാട് സുവിശേഷത്തിൽ കൂടെയും ബൈബിളിൽ കൂടെയൊക്കെ അവർ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കറിയാം അവർ ലോകത്തിന് സുവിശേഷം ആവശ്യമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം സഭയിൽ ഇനി ആവശ്യമില്ല. സഭയിൽ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒരുക്കമാണ് ആവശ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ്, അവിടുത്തെ കർത്താവ് എന്താ പറയുന്നത്? ഇനിയും അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിയമലംഘനം പ്രമാണലംഘനം ചെയ്യുന്ന വ്യക്തി, അച്ഛനോ കപ്പ്യാരോ മെത്രാനോ മാർപ്പാപ്പയോ ആരുമായിക്കോട്ടെ, ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ, ഈ സമൂഹത്തിലെ ഏതൊരു വ്യക്തിയുമായിക്കോട്ടെ, ഇപ്പോഴും അനീതി ചെയ്യുന്നവനെ ഇനി രക്ഷിക്കാൻ നിൽക്കണ്ട, അവരങ്ങനെ തന്നെ നിന്നുകൊള്ളട്ടെ. കാരണം അവർ കർത്താവിൻ്റെ ഈ മുന്തിരിച്ചക്കിലേക്ക് വീഴാനുള്ളവരാണ് എന്ന് കർത്താവ് പറയാണ്. ഈ മുന്തിരിച്ചക്ക് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന മുന്തിരിച്ചക്കിലേക്ക് വീഴാനുള്ളതാണെന്ന് കർത്താവ് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അത് ആ മുന്തിരിച്ചക്ക് എന്ന് പറയുന്നത് എന്താണ്? അണുബോംബുകളാണ്. ആ ആണവ ബോംബിനകത്ത് പെട്ട്, ഇപ്പം നമുക്കറിയാം ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ഒരു അണുബോംബ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? അത്രയും പ്രദേശം
ഒരു അഗ്നിഗോളമായിട്ട് മാറും. അതിനകത്ത് വീണ ആളുകളുടെ അവസ്ഥയെപ്പറ്റി വെറുതെ ചിന്തിച്ചാൽ മതി. ഞാൻ എൻ്റെ ആഴങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കും, നിങ്ങൾക്കറിയാം, മനുഷ്യമായിട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് മുന്തിരിച്ചക്കിനകത്ത് ഇട്ട് ഒരു മുന്തിരി ആറ്റുപോലെ ഇരിക്കും, ഒരു പാതാളക്കുഴിയിലേക്ക്, ഒരു അഗ്നിഗോളത്തിലേക്ക്, അഗ്നികുണ്ഡത്തിലേക്ക്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, അഗ്നിപർവ്വതം പൊട്ടി ലാവ ഒഴുകി വരും നമ്മൾ കാണുന്നത്. ആ ലാവയ്ക്കകത്തേക്ക് ഒരാൾ വീണാൽ എങ്ങനെയിരിക്കും നമ്മൾ ചിന്തിച്ചാൽ മതി. അത് തന്നെയാണ് ഇനി സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, സർവ്വജനങ്ങളുടെ മേൽ പതിക്കും, അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാൾ പുറപ്പെടുന്നു, സർവ്വജനതകളുടെയും മേൽ അത് നിപതിക്കും. അപ്പോൾ ഈ ആണവസ്ഫോടനവും അതോടനുബന്ധിച്ച് വരുന്ന ഭൂമിയിലെ എല്ലാ വേദനകളും, അതിനോടനുബന്ധിച്ച് വരുന്ന ഭക്ഷണമില്ലാത്ത അവസ്ഥ, ഡീസൽ പെട്രോൾ ഇല്ലാത്ത അവസ്ഥ, വാഹനഗതാഗതം നിന്നു പോകുന്ന അവസ്ഥ, ജോലിയെല്ലാം നിന്നു പോകുന്ന അവസ്ഥ, ഇതെല്ലാം അങ്ങ് അടുത്തെത്തിയ കാലഘട്ടത്തിൽ വരുമ്പോൾ കർത്താവ് പറയുകയാണ്, സർവ്വജനതകളുടെ മേൽ ഇത് നിപതിക്കും. അതിന് സമ്പന്നനെന്നോ കോടീശ്വരനെന്നോ അവനെന്നോ ഇവനെന്നോ ഒന്നുമില്ല, സഭയെന്നോ വൈദ്യുതെന്നോ മറ്റൊന്നും ആരുമില്ല. എല്ലാ വ്യക്തിയുടെ മേൽ ഈ ക്രോധത്തിൻ്റെ ചക്ക് കർത്താവ് ഉപയോഗിക്കും. അപ്പോൾ കർത്താവ് പറയാണ്, അതിൽ നിന്ന് രക്ഷ നേടാൻ എന്താണൊരു വഴി? അതുകൊണ്ട് കർത്താവ് പറയാണ്, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശദീകരിക്കപ്പെട്ടെ. അതായത് കർത്താവ് നീതിമാനെ പോലും, വിശുദ്ധിയുള്ളവനെ പോലും നീതി പ്രവർത്തിച്ചുകൊണ്ട് അല്പം, ഇപ്പം ഞാനാണേലും ഞാൻ വിചാരിക്കും ഇപ്പം ഞാനങ്ങ് സ്വർഗത്തിലേക്ക് ഉയർന്നെടുത്ത് പറന്ന് സ്വർഗത്തിലേക്ക് പോകും, ഞാൻ വലിയ നീതിമാനാണ് എന്ന് ഞാൻ ചിന്തിക്കും. പക്ഷേ കർത്താവ് പറയാണ്, നീതിമാനായ നീ ആണെപ്പോലും, നീതിമാനായ വ്യക്തി ആര് തന്നെ ആയിക്കോട്ടെ, ഞാൻ നിന്നെ വീണ്ടും നീതീകരിക്കും, വീണ്ടും ഞാൻ നിന്നെ പരിശോധിക്കും. അതുകൊണ്ടാണ് വെളിപാട് 3:10 പറയുന്നത്, ഭൂവാസികളെ മുഴുവൻ പരിശോധിക്കാനായി ലോകത്തിലുണ്ടായിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഈ പരീക്ഷണങ്ങളിൽ നമ്മൾ ഉൾപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, സഭ എടുക്കപ്പെടും, സഭ ഈ ലോകത്തിന് എടുക്കപ്പെടും, യേശുവിൻ്റെ മഹാപീഠത്തിന് മുമ്പ് സഭ എടുക്കപ്പെടും എന്നൊക്കെ ചില ആളുകൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇല്ല പ്രിയപ്പെട്ടവരെ, ഈ മുന്തിരിച്ചക്കിലിട്ട് നമ്മളെ ആട്ടും എന്ന് പറഞ്ഞാൽ ഈ അഗ്നികോളത്തിലേക്ക് നമ്മളെ വിടുകയില്ല. മറിച്ച് കർത്താവ് നീതിക്ക് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുന്നവരെ നീ നീതിമാനോ ഇല്ലയോ എന്ന് പരിശോധിക്കും. ഈ വേദനകളുടെ ആഴങ്ങൾ പലതും നമുക്കും വരും. ഭക്ഷണമില്ലാത്ത അവസ്ഥ വന്നേക്കാം, എന്നാൽ കർത്താവ് നീതിയോടെ നിൽക്കുന്നവർക്ക് ഭക്ഷണം നൽകും. നീതി വിശുദ്ധിയോടെ നിൽക്കുന്നവർക്ക് വേണ്ടി കർത്താവ് വെള്ളം തരും, ഭക്ഷണം തരും. അവൻ്റെ ഭവനം, അല്ല അവൻ്റെ വീട്, അവൻ്റെ ശരീരം വിശുദ്ധിയിലാണെങ്കിൽ കർത്താവ് ഒന്നും കൂടി വിശദീകരിച്ച് കർത്താവ് നിത്യജീവനിലേക്ക് എടുക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മളെ ഒരുക്കുക. അതുകൊണ്ട് കർത്താവ് പറയുന്ന വചനം നമ്മൾ ആഴത്തിൽ ഗ്രഹിച്ചു വെക്കണം. കർത്താവ് പറയാണ്, ഇനി വലിയ ആണവ സ്ഫോടനത്തിൻ്റെ കാലഘട്ടമാണ്, യുദ്ധം അതിൻ്റെ ആഗതമായ കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്ന ഈ വചനത്തിന് വ്യാജപ്രവാചകൻ പിടിക്കപ്പെട്ടു. അത് നമ്മൾ ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ട നിർണായ യുദ്ധം, സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനെയും ഞാൻ കണ്ടു. സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതൻ, സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്ത് ചൂട്, സൂര്യൻ 6000 ഡിഗ്രിയോ 10000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുള്ള ഒരു വസ്തുവാണ് സൂര്യൻ. അപ്പോൾ സൂര്യനിൽ ഒരു ദൂതൻ നിൽക്കാന്ന് പറഞ്ഞാൽ ദൂതൻ എന്തുകൊണ്ടാണ് കത്തിപ്പോകാത്തത്? സൂര്യന് ചൂട് 10000 ഡിഗ്രിയാണ്. അപ്പോൾ ദൂതൻ്റെ ശരീരത്തിന് ചൂട് എത്രയായിരിക്കും? 20000 ഡിഗ്രി ആയിരിക്കും. കാരണം വെച്ചാൽ 20000 ഡിഗ്രി ചൂടുള്ള സൂര്യന് ദൂതന് ചൂടിനകത്ത് നിൽക്കുന്ന കുഴപ്പമില്ലല്ലോ. അപ്പോൾ കർത്താവ് പറയാണ്, ഒരു ദൂതനെ ഞാൻ കണ്ടു, അവൻ മധ്യാകാശത്തിൽ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ മഹാവിരുന്നിന് വരുവിൻ. അപ്പോൾ എന്താണത്? ആ നീതിയുടെ സൂര്യനെ പോലെ ജ്വലിക്കുന്ന ഒരു ദൂതൻ ലോകത്തോട് പറയാണ്, കർത്താവിൻ്റെ മഹാവിരുന്നിന് വരുവിൻ. കർത്താവ് വിളിക്കുകയാണ്, നിങ്ങൾ മഹാവിരുന്നിന് വരുവിൻ. അപ്പോഴെന്താണ്? ഇപ്പം നമ്മുടെ കണ്ണുകൾ ഇങ്ങോട്ട് തെന്നിപ്പോകരുത്, കാതുകൾ ഇങ്ങോട്ട് കയറിപ്പോകരുത്, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്ത് പെട്ടുപോകരുത് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മൾ ഈ മൊബൈലെടുത്ത് നമ്മളിങ്ങനെ തള്ളി നോക്കുമ്പോൾ എന്തെങ്കിലും അശുദ്ധവും മോശമായത് കണ്ട് നമ്മൾ നടക്കി നോക്കിപ്പോയാൽ അതിൽ നിന്നൊരു ആത്മാവ് നമ്മളിലേക്ക് കയറും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെളിപാട് 18:3, അശുദ്ധവും ഭീമത്സമായ സകല പക്ഷികളുടെയും താവളമായി ഒന്നിൽ കൂടുതൽ സംഭവം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്താൽ 100 കണക്കിന് അശുദ്ധമായ പക്ഷികൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആത്മാവിൽ കടന്നു വരും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് രക്ഷപ്പെടുക സാധ്യമല്ല. പിന്നെ കുമ്പസാരിക്കാൻ വേണ്ടി ഇനി ഓടാമെന്നാണ് ആരും വിചാരിക്കേണ്ട. കുംഭസാരത്തിൻ്റെ കാലഘട്ടമൊക്കെ കടന്നുപോയി. ഇപ്പോഴുള്ള സംവിധാനം പെട്ടെന്ന് മാറ്റപ്പെട്ടേക്കാം, അല്ലെങ്കിൽ സംവിധാനം നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അതിനാൽ പ്രിയ സഹോദരൻ, വളരെ കരുതലോടെ, വളരെ സൂക്ഷ്മതയോടെ, വളരെ ശ്രദ്ധയോടെ, വളരെ ശ്രദ്ധയോടെ, വളരെ കൂലങ്കഷമായി പഠിച്ച് വളരെ 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 ജാഗ്രതയോടെ എന്നെ ഒരുക്കി മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഏതു നിമിഷവും എന്തും സംഭവിക്കാവുന്ന രീതിയിൽ ലോകം കടന്നുപോയാണ്. ഇറാൻ്റെ മേലൊരു ആക്രമണം വന്നാൽ ലോകത്ത് മുഴുവനും പ്രശ്നങ്ങൾ, അതിൻ്റെതായ പരിണിത ഫലങ്ങൾ ലോകത്തെ മുഴുവൻ. അതുകൊണ്ട് കർത്താവ് ലോകത്തെ മുഴുവൻ ജനങ്ങളെയും, നീതിമാനെ വിഷ്ണുവിനെ പോലും കർത്താവ് പരിശോധിക്കുമെങ്കിൽ അത് കർത്താവിന് എന്താ പറഞ്ഞിരിക്കുന്നത്? സർവ്വ ജനതകളുടെ മേലൊത്ത് നിബന്ധിക്കും.
സർവ്വജനങ്ങളുടെ മേൽ, അത് സഭയുടെ മേൽ, വൈദികരുടെ മേൽ, മെത്രാന്മാരുടെ മേൽ, എൻ്റെ മേൽ, നിങ്ങളുടെ മേൽ, ആ രാഷ്ട്രീയ നേതൃത്വമുള്ളവരുടെ മേൽ, ലോകത്തിലെ സർവ്വജനങ്ങളും, അത് ഹിന്ദുവെന്നോ മുസ്ലിമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ യഹൂദനെന്നോ അറബികളെന്നോ ആരുമില്ല പ്രിയപ്പെട്ടവരെ, ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് വന്നു പതിക്കുമ്പോൾ അതിൽ പെട്ടുപോകാതെ സംരക്ഷണം കിട്ടുവാൻ കർത്താവ് പറയുകയാണ്, മഹാവിരുന്നിന് വരുവിൻ, സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു, ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയരുമായ നിങ്ങളെല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ വെളിപാട് 19:2-5 പുറകോട്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കർത്താവിനെ സ്തുതിച്ചോ, കർത്താവിനെ ആരാധിച്ചോ, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോ, കർത്താവിന് ചേർന്ന് നിന്നോ, കർത്താവിൻ്റെ വചനം മാത്രം കേട്ടോ, യേശുവിൻ്റെ വചനം മാത്രം കേട്ടോ, മറ്റൊന്നും കേൾക്കരുത്, മറ്റൊരു സിനിമകളും മറ്റു ശബ്ദങ്ങളൊന്നും കേൾക്കരുത്. ഈ ലോകത്തിൻ്റെ സ്വരമോ ഇമ്പമോ ശബ്ദമോ നിറമോ കളറോ ചലനമോ രൂപമോ ഭംഗിയോ ആകൃതിയോ ഒന്നും, ഒരാശയങ്ങളോ ആശയക്കാഴ്ചപ്പാടോ ഒന്നും നോക്കരുത്. ഈ ലോകം മുഴുവൻ കത്തിച്ചാമ്പലാവും. അതിനുമുമ്പ് കർത്താവ് പറയാണ്, എൻ്റെ ജനമേ, വെളിപാട് 18:4, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓട്ടിയകലുവിൻ, അല്ലെങ്കിൽ അവളെ പിടികൂടിയ മഹാമാരി നിന്നെയും പിടികൂടും. എന്നാൽ സമയമെടുത്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയാണ്, കർത്താവ് പറഞ്ഞ ഈ വചനങ്ങളെ നമ്മൾ വെളിപാട് ഗ്രന്ഥം എടുത്തു വെച്ച് ഓരോന്നിങ്ങനെ വായിച്ച് വരുമ്പോഴാണ് നമുക്കിതിൻ്റെ ആഴങ്ങൾ ബോധ്യമാകുന്നത് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ വെളിപാട് ഗ്രന്ഥം, ഞാൻ ഈ വെളിപാടിൻ്റെ വെളിപ്പെടുത്തുകൾ, ഇത് 20-ാം ഭാഗമാണ്. ഈ 20-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകൾ നമ്മളിത് കേട്ട് നമ്മൾ അതനുസരിച്ച് വായിച്ച് നമ്മൾ വരുമ്പോൾ നമുക്കിതെല്ലാം മനസ്സിലാവും. അപ്പോൾ ഓരോ കാലഘട്ടം, പ്രത്യേകിച്ച് 2025 കാലഘട്ടം, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പം വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 1000 വർഷത്തെ ഭരണം, അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ തരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ 2000 വർഷം മുമ്പ് എഴുതിയ വചനത്തെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം, 2025 കൊണ്ടുവരണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതുന്ന കാലഘട്ടത്തിൽ അന്നാണ് ബോംബുകളില്ല, ആണവ സ്ഫോടനങ്ങളില്ല. ഈ വചനം അങ്ങനെ അവിടെ വചനമായിട്ട് നിൽക്കും. ഈ പറഞ്ഞ വചനം ഒരു നിശ്ചിത ഡേറ്റിൽ, ഒരു നിശ്ചിത കാലഘട്ടത്തിൽ എത്തുമ്പോഴാണ് അതവിടെ പ്രവർത്തന നിരതമാകുന്നത്. അതുകൊണ്ട് 2025 ഈ വചനത്തെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ആണവ ബോംബിൻ്റെ കീഴിലാണ് നമ്മളുള്ളത്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ആണവ ബോംബിൻ്റെ കീഴിലാണുള്ളത്. അപ്പോൾ ഈ സംഭവം നടക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ, നടക്കാവുന്ന സാഹചര്യത്തിലും പശ്ചാത്തലത്തിലുമാണ് ഇന്ന് ലോകമുള്ളത്. അപ്പോൾ അതനുസരിച്ച് വേണം വചനത്തെ ഗ്രഹിക്കാൻ, അതനുസരിച്ച് വേണം എൻ്റെ വിശദീകരണ പ്രക്രിയ ഞാൻ ആരംഭിക്കാൻ, അതനുസരിച്ച് വേണം എൻ്റെ ബുദ്ധിയെ വിശുദ്ധിയെ ഞാനൊന്ന് രൂപീകരിക്കാൻ, അതനുസരിച്ച് വേണം എൻ്റെ ആത്മാവിനെ പരുവപ്പെടുത്തുവാൻ, അതനുസരിച്ച് വേണം എൻ്റെ കണ്ണുനീരും പശ്ചാത്താപവും അനുതാപവും രൂപപ്പെടുത്തുവാൻ, അതനുസരിച്ച് വേണം എൻ്റെ സത്ഫലങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി അന്യർക്ക് സ്നേഹത്തോടെ അവർക്ക് എന്തെങ്കിലും, മറ്റുള്ളവർക്ക്, അനാഥർക്ക്, ദരിദ്രർക്ക്, വിധവകൾക്ക്, രോഗികൾക്ക്, വേദനിക്കുന്നവരെ കണ്ടെത്തി, നമ്മൾ ഫീൽഡ് വർക്ക് ഇറങ്ങി, ഇൻഷുറൻസുകാരൊക്കെ നമുക്കറിയാം പോളിസി എടുക്കാൻ വീട് വീടാന്തരം വരും, എന്നിട്ട് പോളിസിയെക്കുറിച്ച് സംസാരിക്കും. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വീട് വീടാന്തരം കയറണം. പാവപ്പെട്ടവൻ്റെ, ദരിദ്രൻ്റെ, അനാഥരുടെ, വിധവകളുടെ, കഷ്ടപ്പെടുന്നവരുടെ, ഭവനമില്ലാത്തവരുടെ, കടബാധ്യതയുള്ളവരുടെ, അഭിവാദിക്കുന്ന യുവാക്കന്മാരുടെ ഭവനങ്ങളിൽ കയറി കർത്താവിൻ്റെ വചനം കൊടുക്കണം. എന്നിട്ട് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വരവായി നമുക്ക് ഒരുങ്ങാൻ സമയമായി. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വമായിരിക്കണം പറഞ്ഞുകൊണ്ട് അവരെ ഒരുക്കാൻ നമുക്ക് ബാധ്യതയും കടമയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇതിനകത്ത് ഒരു വചനം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ പറയാം. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനത്തിൽ കർത്താവാണ്, യേശുവിലുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ്. ആ ഒരു വചനം കൂടെ നമ്മൾ ഒന്ന് മനസ്സിൽ ചിന്തിക്കണം. യേശുവിനുള്ള സാക്ഷ്യം. അപ്പോൾ യേശുവിന് വേണ്ടി ഞാൻ സാക്ഷിയാകണമെങ്കിൽ, സാക്ഷിയാകുന്നുണ്ടെങ്കിൽ പ്രവചനത്തിൻ്റെ ആത്മാവ് എന്നിലുണ്ടാവണം. അത് പ്രവചന ആത്മാവ്, പരിശുദ്ധാത്മാവ് യേശുവിന് സാക്ഷ്യമാകുന്നു എന്നുള്ളതിന് തെളിവായിട്ട്, ആ തെളിവാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ സുവിശേഷം പറയുന്നു, അല്ലെങ്കിൽ സുവിശേഷമല്ല, അല്ലെങ്കിൽ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി നിങ്ങൾ പറയുമ്പോൾ യേശുവിന് സാക്ഷ്യമാവുകയാണ്. യേശുവിൻ്റെ ആ സാക്ഷ്യം എന്ന് പറയുന്നത് പ്രവചനത്തിൻ്റെ ആത്മാവാണ്, പ്രവാചക ആത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ഈ യേശുവിൻ്റെ സാക്ഷ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒന്നും ഇങ്ങനെ വചനം പറയാൻ അറിയത്തുണ്ടാവില്ല. കർത്താവിൻ്റെ വ്യാഖ്യാന വരവൊക്കെ കിട്ടിയവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നെപ്പോലെ ഇതുപോലെ സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആരും ചിന്തിക്കേണ്ട. അതല്ല പ്രിയപ്പെട്ട ആവശ്യം. എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം സ്നേഹത്തോടെ അത് അർഹതപ്പെട്ട വ്യക്തിയിലേക്ക് കൊടുക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ ഇതാ സഹോദര ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞ് ആ അർഹിക്കുന്ന വ്യക്തിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ കർത്താവിൻ്റെ സാക്ഷ്യമാവുകയാണ് പ്രിയപ്പെട്ടവരെ. അതിന് വചനം പ്രസംഗിക്കാൻ കഴിവുള്ളവനാണ് പ്രസംഗിക്കുന്നത്, അത് പ്രവർത്തിക്കാൻ കഴിവുള്ളവൻ പ്രവർത്തിക്കും. അത് ഇപ്പം ഞാൻ പറയാം, നമുക്കറിയാം ധ്യാന സെൻ്ററിലൊക്കെ നമുക്കറിയാം പാട്ട് പാടുന്നു,
അച്ഛന്മാർ വിശുദ്ധ ബലി അർപ്പിക്കുന്നു, കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി കൗൺസിലിംഗ് കൊടുക്കുന്നു, പ്രഘോഷിക്കാൻ വേണ്ടി പ്രഘോഷിക്കുന്നു, മധ്യസ്ഥവാദം ചെയ്യാൻ കഴിയുന്നു മധ്യസ്ഥവാദം ചെയ്യുന്നു. അപ്പോൾ എന്തെല്ലാം പ്രവൃത്തികളാണ് അവിടെ ചെയ്യുന്നത്. അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു. അടുക്കള ജോലി ചെയ്യുന്നവനും ഇതിന് സാക്ഷ്യമാണ്. നമ്മൾ വിചാരിക്കും അടുക്കള ജോലി ചെയ്യുന്ന കഞ്ഞി വെപ്പുകാരല്ലേ, ഞാൻ ദൈവത്തിന് വചനം ഇങ്ങനെ മൈക്കിന് മുമ്പ് എന്ന് പറയുക, അപ്പം ഞാനാ കേമൻ, ഞാനാ പുള്ളി എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അല്ല പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ 10 പേര് 20 പേര് 100 പേരിരുന്നൊരു വചന ധ്യാന സെൻറ്ററിൽ അവർ വചനം ശ്രമിക്കുന്നുണ്ടെങ്കിൽ 1000 പേരിരുന്ന് വചനം ശ്രമിക്കുമ്പോൾ അവരുടെ വചനം പ്രഘോഷിക്കുന്ന വ്യക്തി വചനം പറയുമ്പോൾ അവർ കേൾക്കുന്നത് പോലെ ആ 1000 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന വ്യക്തിയും കർത്താവിൻ്റെ സാക്ഷ്യമാണ്. ആ സാക്ഷ്യമാണ് യേശുവിൻ്റെ വചനം ശ്രമിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവരടുക്കളയിൽ കിടന്ന് അധ്വാനിക്കുമ്പോൾ അവർ ആ കർത്താവിൻ്റെ അതിന് പ്രവചനത്തിൻ്റെ ആത്മാവാണ് യേശുവിനുള്ള സാക്ഷ്യം. അതുകൊണ്ട് യേശുവിന് വേണ്ടി മധ്യസ്ഥമായി നിന്നുകൊണ്ട് യേശുവിന് വേണ്ടി പ്രഘോഷിക്കുകയോ പ്രവർത്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് ചെയ്യുന്നതും യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും കർത്താവിൻ്റെ മക്കളായിട്ട് മാറും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം നമ്മൾ ആരംഭിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായി കഴിയുന്നത്ര വിശുദ്ധി പ്രാപിക്കുവാൻ പ്രാർത്ഥന, ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ, ധ്യാനങ്ങൾ, ഏകദിന പ്രോഗ്രാമുകൾ, കുംഭസാരങ്ങൾ എല്ലാം ഉടൻ ആരംഭിക്കുക. പ്രിയപ്പെട്ടവരെ, ലോകം യുദ്ധത്തിലേക്ക് പ്രവേശിക്കും. ഏതാനും കാലഘട്ടങ്ങൾ കഴിഞ്ഞാൽ വലിയ യുദ്ധത്തിൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നമുക്കൊന്ന് ഓടി കുമ്പസാരിക്കാനോ ധ്യാനം കേൾക്കാനോ പ്രാർത്ഥിക്കുവാനോ വിശുദ്ധബലിക്ക് പോകാനോ പറ്റില്ലാത്ത സാഹചര്യം വരും. അങ്ങനെയാണ് മുന്നോട്ട് ലോകം പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം പ്രിയപ്പെട്ടവരെ, ഇന്ന് ധ്യാനത്തിന് പോകേണ്ടതായിരുന്നു. ഇവിടെ കല്ലംകുളം ധ്യാന സെൻറ്ററിൽ ധ്യാനത്തിന് പോകേണ്ടതായിരുന്നു. എന്നാൽ എൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യം വന്നുകൊണ്ട് ഞാൻ ആ ഒരു ആവശ്യമായിട്ട് അതിനേക്കാൾ ആവശ്യം, അതായത് വേദനിക്കുന്നവരുടെ അടുത്തേക്ക്, രോഗികളുടെ അടുത്തേക്ക് എത്തുന്ന ആളോ ആവശ്യമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ ധ്യാന സെൻറ്ററിൽ പോയിട്ടില്ല. അവിടെയുള്ള ആൾക്കാരോട് വരാൻ വേണ്ടി ഞാൻ നിർദ്ദേശം കൊടുത്ത് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ധ്യാന സെൻറ്ററിലേക്ക് ആളെ പറഞ്ഞു വിടുന്നു. അതൊരു സുവിശേഷ ശുശ്രൂഷയാണ്. യേശുവിൻ്റെ സാക്ഷ്യമാണത്. അത് യേശുവിൻ്റെ സാക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം രോഗികളായിട്ടുള്ളവരെ ആശുപത്രി കൊണ്ടുപോവുക, അവർക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുക, അതിൻ്റെ സ്ഥലത്ത് പോവുക, അവരെ കാണുക, അതെല്ലാം ദൈവത്തിൻ്റെ ശുശ്രൂഷ മനോഭാവം യേശു ക്രിസ്തുവിന് വേണ്ടി. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ രോഗികൾക്കും പാപികൾക്കും വേണ്ടി അനേകർക്ക് വേണ്ടി മോചന ദ്രവ്യമാകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി വിധേയപ്പെടാനല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ള ശുശ്രൂഷ ഞാൻ ആഗ്രഹിക്കില്ല. എന്ന് എൻ്റെ ശുശ്രൂഷ സ്നേഹം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മോചന ദ്രവ്യമായിട്ട് മാറാൻ, വിശുദ്ധി സ്നേഹത്തിൻ്റെ പരിപൂർണതയായിട്ട് മാറാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. അതിൻ്റെ കർത്താവായ യേശു ക്രിസ്തു എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹം എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ? വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് ഒരാൾ വളരുമ്പോഴാണ്, പരിശുദ്ധി കൊണ്ട് നിറയുമ്പോഴാണ്, അതിനുള്ള പ്രക്രിയ ആരംഭിക്കുമ്പോഴാണ്, അതിനുള്ള കരുതലുകൾ നമ്മൾ നടത്തുമ്പോഴാണ്. ഒരു ഡപ്പയൊക്കെ ഇതുപോലെ മേടിച്ച് വെക്കണം. ഇതുപോലൊരു ഡപ്പ മേടിച്ച് വെച്ചിട്ട് പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് നമ്മൾ 5ഉം 10ഉം രൂപകൾ ഇട്ട് വെക്കണം. 10ഉം 15ഉം 50ഉം 100ഉം രൂപ ഇട്ട് നമ്മൾ അടച്ചു വെക്കണം. 6 മാസം 8 മാസമൊക്കെ കഴിയുമ്പോൾ അത് നമ്മൾ തുറക്കണം. അതിൻ്റെ പൈസ നമ്മൾ കുടഞ്ഞിട്ടിട്ട് നമ്മൾ ഉള്ള പണം കൊണ്ടുപോയി എവിടെ കൊടുക്കണം? വിധവകളായിട്ട്, രോഗികളായിട്ട്, 2ഉം 3ഉം പെൺമക്കളുള്ള ഭവനങ്ങൾ, അവൾ വിധവയായിരിക്കും. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പണമില്ല, കടബാധയുണ്ട്, പൊറുതിവിട്ടവരായിരിക്കും, മക്കൾക്ക് ഫീസ് കൊടുക്കാൻ പൈസയില്ല, ക്യാൻസർ രോഗികളുള്ള ഭവനങ്ങളുണ്ട്. പ്രിയപ്പെട്ട ധാരാളം പേർ എനിക്കറിയാം. ക്യാൻസർ രോഗികൾ മരുന്ന് കഴിക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച പോലും എന്നോട് പൈസ ചോദിച്ചു. ഒരു സഹോദരൻ്റെ മകൻ, അവൻ ക്യാൻസർ രോഗിയാണ്. അദ്ദേഹത്തിന് മാസം ഒരുപാട് പണം ആവശ്യമുണ്ട്. എന്നോട് ചോദിച്ചു, എവിടെയെങ്കിലും കുറച്ച് പണം തരാമോ? എൻ്റെ മകന് മരുന്ന് മേടിക്കാൻ പണമില്ല, എന്നെ സഹായിക്കാമോ? ആരോടെങ്കിലും പറഞ്ഞിട്ട് കുറച്ച് പണം വെച്ച് തരാമോ? 500 രൂപ വെച്ചൊരു മാസം കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ ബ്രദറെ? അല്പം പൈസയ്ക്ക് വേണ്ടിയ സാമ്പത്തികമായിട്ട് വലിയ ദുഃഖത്തിലും ദുരിതത്തിലുമാണെന്നൊക്കെ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരൻ എന്നോട് പറയുകയുണ്ടായി. അവരെ കുറിച്ച് ഞാനും ദുഃഖിയാണ്. കാരണം എനിക്കും വളരെ സീറോ ആയിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. സാമ്പത്തികമായിട്ട് വളരെ കുറവുള്ളതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. എങ്കിലും എന്നാ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് നമ്മുടെ സമ്പത്ത്, സ്വർണ്ണമുള്ളവർ സ്വർണം, കർത്താവ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം ഞാൻ പറയാം. നിങ്ങളുടെ കയ്യിൽ 10, 20, 30, 40 പവൻ സ്വർണ്ണങ്ങളുണ്ടെങ്കിൽ ആ സ്വർണ്ണങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് വെക്കരുത്. ഇപ്പോഴത്തെ പണത്തിൽ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ആ സ്വർണം വിറ്റിട്ട് പണമായിട്ട് ശേഖരിച്ച് വെക്കുകയും സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. കാരണം ഈ ഉത്തമ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വർണവും വെള്ളിയും നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ലോകത്ത് ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ പിന്നെ സ്വർണം ആർക്കും വേണ്ട. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, വെളിപാട്, ഞാൻ വചനം വ്യാഖ്യാനിച്ചത് നിങ്ങളോട്ടല്ലോ, നിങ്ങളത് മറക്കരുത്. ആ വചനം ഞാൻ കഴിഞ്ഞ ദിവസം വ്യാഖ്യാനിച്ചത് നിങ്ങൾ മറക്കാതെ പ്രത്യേകം ചെയ്യുന്നു. ഏതുകൊണ്ടാണ്? വെളിപാട് ദിവസം 12-ാം അധ്യായം, ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു.
അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. സ്വർണം, വെള്ളി. കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? സ്വർണ്ണവും വെള്ളിയും. വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 11-ാം തിരുവചനം. കഴിഞ്ഞ ദിവസം ഞാൻ ആ കച്ചവട സാധനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ സ്വർണ്ണവും വെള്ളിയും ആരും വാങ്ങുന്നില്ല. നിങ്ങളുടെ ഈ സ്വർണ്ണമുണ്ടെങ്കിൽ ഇപ്പോൾ വിറ്റ് അനാഥർക്ക്, ദരിദ്രർക്ക്, രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക് കൊടുക്ക്. യേശുനാമത്തിൽ കൊടുക്ക് പ്രിയപ്പെട്ടവരെ. ഇനി നിങ്ങളുടെ ഭവനങ്ങളിൽ സ്വർണം വയ്ക്കാൻ പാടില്ല പ്രിയ സഹോദരങ്ങളെ. ഇപ്പോൾ കിട്ടുന്ന വിലയ്ക്ക് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പഴകിപ്പോകാത്ത സഞ്ചി, പഴകിപ്പോകാത്ത ആ സ്വർഗീയ നിക്ഷേപം നിങ്ങൾ കരുതി വയ്ക്കുവിൻ. നിങ്ങൾ 8ഉം 10ഉം 10ഉം പവനും 10ഉം 20ഉം പവനും വീട്ടിൽ സൂക്ഷിച്ച് വെച്ച് നമ്മുടെ കയ്യിൽ കാലും അണിഞ്ഞതിന് വേണ്ടി നടക്കരുത്. അതൊക്കെ വിറ്റിട്ട് പണമാക്കി അനാഥർക്കും ദരിദ്രർക്കും കൊടുക്കേണ്ട കാലഘട്ടമാണ്. അവിടെ എത്തി നമ്മൾ. അതുകൊണ്ട് കർത്താവിനെ എന്താണ്, അവളുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. കച്ചവട സാധനങ്ങൾ ഇവയാണ്: സ്വർണം, വെള്ളി, രത്നങ്ങൾ, മുത്തുകൾ. ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എസെക്കിയേൽ പറഞ്ഞ പറയുന്നത്, നിങ്ങളുടെ സ്വർണ്ണവും വെള്ളിയും നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയും. കാരണം ഇനി സ്വർണത്തിന് 100 രൂപ പോലും വിലയില്ലാത്ത അവസ്ഥ വരും. 1 കിലോ ഇരുമ്പ് മേടിക്കണേ 220 രൂപയും 220 കിലോയ്ക്ക് കൊടുക്കണം. 1 കിലോ ഇരുമ്പ് കിട്ടണമെങ്കിൽ, നമുക്ക് 1 കിലോ ഇരുമ്പ് കമ്പി കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ 220 രൂപ 1 കിലോ ഇരുമ്പിന് വിലയുണ്ട്. ആ ഇരുമ്പിൻ്റെ വില പോലും നമുക്ക് ഇല്ലാത്തത്. കാരണം സ്വർണം എത്ര വലിയ ഉരുട്ടി കമ്പി പോലെ ആക്കിയാലും ഇതിന് വളഞ്ഞു പോകും, ഇതിന് ബലമില്ല. സ്വർണത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? ഇതെങ്ങോട്ടും വഴങ്ങുന്ന വസ്തുവാണ് സ്വർണം. അപ്പോൾ ഇരുമ്പ് പോലെ കുത്തി നാട്ടി ഉപയോഗിക്കാൻ സ്വർണം ആർക്കും കൊള്ളുകയില്ല. പിന്നെ അത് ആഭരണമായിട്ട് ഉപയോഗിക്കാൻ മാത്രമേ ഉള്ളൂ. ഒരു വസ്തു പണയം വെച്ചതിനെ പണം വാങ്ങാൻ വേണ്ടി മാത്രമേ സ്വർണ്ണം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വെള്ളിയും അതുപോലെ തന്നെ. അപ്പോൾ ഇരുമ്പിൻ്റെ വില പോലും ഇരുമ്പിന് അതിനേക്കാൾ വിലയുണ്ടാവും. കാരണം ഇരുമ്പ് പെര പണിയാനും വേലി കെട്ടാനും വീട് പണിയാനും ഇരുമ്പ് ആവശ്യമാണ്. ഇരുമ്പിൻ്റെ വില പോലുമില്ലാതെ സ്വർണ്ണവും വെള്ളിയും നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കാൻ ആർക്കും വേണ്ടാതെ വലിച്ചു ദൂരേക്കെറിയുന്ന അവസ്ഥയിലേക്ക് വരും. നമ്മുടെ വാഹനങ്ങൾക്കൊക്കെ പെട്രോൾ ഡീസൽ ഇല്ലാതെ വരുന്ന കാലം വരുമ്പോൾ ഈ വാഹനങ്ങൾ മുറ്റത്ത് ഉരുട്ടി മുറ്റത്തിന് താഴേക്ക് ദൂരേക്ക് ഇറക്കി ഉരുട്ടി ദൂരെ കളയുന്ന അവസ്ഥ വരും. അല്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് അവിടെയാണ്. പക്ഷേ അതെല്ലാം ദ്രവിച്ച് തുരുമ്പെടുത്ത് നശിച്ചു പോകും നമ്മുടെ കണ്ണുകൊണ്ട് കാണും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞ വചനത്തിലേക്ക് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. 19-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, സർവ്വജനങ്ങളുടെ മേൽ അത് നിപതിക്കും, ഇരുമ്പ് ദണ്ടുകൊണ്ട് പതിക്കും. യുദ്ധങ്ങളാണ് വരുന്നത്. ഈ മഹാമാരിയും പ്രശ്നങ്ങളും സകല ജനങ്ങളുടെ മേൽ പതിക്കും. അതിനാൽ ഇവിടെ കർത്താവിൻ്റെ മഹാപരിധിന് കർത്താവ് വിളിക്കുകയാണ് സ്വർഗത്തിൽ വിജയഗീതം. അതിനുശേഷം വെളിപാട് 19 സ്വർഗത്തിൽ വിജയഗീതം. അതിനുശേഷം വെളിപാട് 5 വരുമ്പോഴേക്കും വിവാഹ വിരുന്ന്. അവിടുന്ന് വെളിപാട് 19:11 വരുമ്പോൾ ദൈവവചനം. 19:17 വരുമ്പോൾ നിർണായക യുദ്ധം. സൂര്യൻ നിൽക്കുന്ന ഒരു വലിയ ദൂതനെ നമ്മൾ കാണുന്നു. ഇതെല്ലാം അടുത്തടുത്തെത്തുകയാണ്. അതിനുശേഷമാണ് വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് അടുത്ത ക്ലാസ് നിങ്ങൾക്ക് തരാം. അതുവരെ കർത്താവായ യേശു ക്രിസ്തു എല്ലാവരും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനം ശ്രദ്ധാപൂർവം കേട്ട് യേശുവിൻ്റെ നാമത്തിൽ പശ്ചാത്തപിച്ച് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് യേശുവിന് വേണ്ടി കരുതലുള്ളവരായി, യേശുവിൻ്റെ നാമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായി, യേശുവിൻ്റെ നാമത്തെ പ്രതി ജ്വലിക്കുന്നവരായി, യേശുവിന് വേണ്ടി തീപ്പന്തങ്ങളായി, യേശുവിന് വേണ്ടി ഒരു നന്മപ്പെടുത്തി ഒരു ദിവസമെങ്കിലും ചെയ്യണം. നിങ്ങളെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ അയൽപക്കത്ത് പോയി പറ, മദ്യപിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കുടുംബത്തിൽ പ്രശ്നമുള്ളവരെ അടുത്തെന്ന് പറയും, എൻ്റെ അടുത്ത് ധ്യാന സെൻ്റർ ഉണ്ട്, ഞാൻ പൈസ മുടക്കിക്കോളാം, പോയിട്ട് ധ്യാനം കൂട്ടിയിട്ട് പോവാം എന്ന് പറഞ്ഞവരെ പറഞ്ഞു വിടണം. പ്രിയ സഹോദരങ്ങളെ, ഒരാളുടെ മാനസാന്തരം, ഒരാളുടെ പശ്ചാത്താപം, ഒരാളുടെ വിശുദ്ധീകരണ പ്രക്രിയയ്ക്ക് നമ്മൾ കാരണബോധരായെങ്കിൽ നമ്മുടെ നിരവധിയായ പാപങ്ങൾ കർത്താവ് ഏറ്റെടുത്ത് നമ്മൾ ക്ഷമിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. ആ സ്നേഹം നമുക്കറിയാം. എന്താണ് സമരിയക്കാരൻ്റെ ഉപമ നമ്മൾ കേൾക്കുന്നുണ്ട്. അർത്ഥപ്രാണനായി റോഡിൽ ഉപേക്ഷിച്ച് പോയവരെ ഒരു സമരിയക്കാരൻ വന്ന് കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിലേക്ക് കൊണ്ടുപോയത് നമ്മൾ കേൾക്കുന്നില്ലേ? അത് തന്നെ സംഭവം. പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് ഇപ്പോഴും നമ്മളൊരാളെ ധ്യാനത്തെ പറഞ്ഞിടുമ്പോൾ ആ സംഭവമാണ്. ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് 1000 രൂപ കൊടുക്കുമ്പോൾ ആ സംഭവമാണ്. ഒരു അനാഥനെ ദരിദ്രനെ കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങളെ കേട്ട് അവർക്ക് വേണ്ടി 1000 രൂപ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, യേശുവിൻ്റെ നാമത്തിൽ കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ, നിശ്ചയം സ്വർഗീയ മഹത്വത്തിൽ നമുക്കും പങ്കുകാരാകാം. അതിനാ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു സമാധാനം ഇരിക്കട്ടെ. ആമേൻ.